ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അംഗനവാടിയിൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പരിപാടിക്ക് വിളിച്ചിരിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും ഒരു ആഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അവിടെ ചെന്നപ്പോഴേക്കും കൊടിയൊക്കെ പരത്തി കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ ദേശീയ ഗാനത്തിൻ്റെ സമയത്താണ് അവിടെ എത്തിയത്. അതിനുശേഷം മിഠായി വിതരണങ്ങളും ലഡ്ഡു വിതരണങ്ങളും 2 തരം പായസം വിതരണങ്ങളും എല്ലാം നടത്തിയിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവരും കൂടി അംഗനവാടിയിലായതുകൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെയർ കളിയുണ്ടായിരുന്നു. അങ്ങനെ ലഡ്ഡു വിതരണവും മിഠായും 2 തരം പായസമൊക്കെ കുടിച്ച് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഞാനും എൻ്റെ അനിയനും ബ്രദറും കൂടെ പങ്കെടുത്ത് തിരിച്ചു വന്നു. നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങളവിടെ കാണുന്നത് ചെറുപയർ പരിപ്പ് പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നല്ല സഹകരണമൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരെല്ലാവരും. അതുപോലെ തന്നെ അടപ്രഥമൻ അവർ നേരത്തെ വെച്ച് കൊണ്ടുവന്നായിരുന്നു. കുട്ടികൾക്കുള്ള ഒരു ബുക്കും ഗിഫ്റ്റെല്ലാം കൊടുത്തിരുന്നു. ഇത് അടപ്രഥമൻ കഴിക്കണം. ഇനിയിപ്പോൾ അതായത് 2-3 മാസത്തേക്ക് സ്വീറ്റ് കഴിക്കണ്ട. പായസത്തിനുള്ള തേങ്ങയെല്ലാം കൊത്തി അരിയാണ് അവിടെ വഴറ്റാൻ വേണ്ടി. ചീഞ്ചട്ടിയെല്ലാം റെഡിയായിട്ടുണ്ട്. അതിനുശേഷം പായസ വിതരണത്തിന് മുമ്പ് ഇവിടെ ഒരു കസേര കളിയൊക്കെ നടന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അവിടുന്ന് പോയി. അങ്ങനെ അടിപൊളിയായ 2024 ഒരു ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പരിപാടിയിൽ പങ്കെടുക്കാൻ സഹായിച്ചു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിൽ ആൾ വേണം പ്രസ് ചെയ്യാനെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.